ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ 7-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന 122/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ള ആലപ്പുഴ പാലക്കാട് ജില്ലകൾക്കായി നടത്തിയ LD ക്ലർക്ക് എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയും. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില കാണുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 2 സാധനങ്ങളുണ്ട് അല്ലേ, പേനയും ഉണ്ട് പെൻസിലും ഉണ്ട്. ഒരു സാധനമായിരുന്നെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നേരെ ഓപ്ഷൻ ഇട്ട് കൊടുത്തങ്ങ് കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ നമുക്ക് 2 എണ്ണം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? 2 ഇക്വേഷനുകൾ എഴുതാം അല്ലേ. 3 പെൻസിലിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്. 3 പെൻസിലും 4 പേനയെ ഞാൻ ബി എന്ന് വിളിച്ചു. അപ്പൊ പെന്നിനെ നമുക്ക് ബി എന്ന് വിളിക്കാം, പെൻസിലിനെ നമുക്ക് എന്ത് വിളിക്കാം? എ എന്ന് വിളിക്കാം. ഫൈൻ. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 66 രൂപ കിട്ടുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 6 പെൻസിലിനും പിന്നെ എത്ര പേനയാ? 3 പേനയ്ക്കും കൂടെ ചേർത്ത് എത്ര രൂപയാണ്? 72 രൂപയാണ്. നോക്കിക്കേ, 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പേനയുടെ വില കാണുക, ബിയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതുപോലെ 2 ഇക്വേഷൻ കിട്ടിയ ഒരുപാട് രീതിയിൽ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പോകുന്നത് എലിമിനേഷൻ മെത്തേഡ് വഴിയാണ്. എലിമിനേഷൻ മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, പി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പം നമുക്ക് എനെ എന്ത് ചെയ്യാം? 0 ആക്കാം. എ 0 ആക്കിയാൽ ബിയുടെ വില വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പം എനെ 0 ആക്കണമെങ്കിൽ ഇവിടെ എന്ത് വാല്യൂ ആണോ അത് തന്നെ ഇവിടെയും വരണം. പക്ഷെ നമുക്ക് ഇവിടെ വന്നേക്കുന്നത് 6, ഇവിടെ വന്നിരിക്കുന്നത് 3. അപ്പം എന്താ ചെയ്യാൻ പറ്റുക? 2-3 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ 2 ഹരിക്കാം അല്ലേ. 2 ഹരിച്ചാൽ നമുക്ക് ഇവിടെ 3 കിട്ടും. അല്ലെങ്കിൽ 6നെ ഇവിടെ ഗുണിക്കുക, 3നെ ഇവിടെ ഗുണിക്കുക, അങ്ങനെ ചെയ്താലും കിട്ടും. നമുക്കിപ്പോൾ ഹരിക്കാം, അതാണ് എളുപ്പം. അപ്പം ഇതിനെ 3 ഇവിടെ 3 ആക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 ഹരിക്കുക. ഒരു നമ്പറിനെ 2 ഹരിച്ചാൽ എല്ലാവരെയും എന്ത് ചെയ്യണം? 2 ഹരിക്കണം കേട്ടോ. ഇത് റൂളാ. ഒരു ഇക്വേഷനിൽ ഒരേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ചെയ്തിരിക്കണം. അപ്പം ഇതെന്തായി? ഇപ്പം നമുക്ക് ഇതിനെ 1 വിളിക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ ഇപ്പം എന്തായി? 6/2 3 3a പ്ലസ് 3/2. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3ന്റെ പകുതി 1.5 അല്ലേ. അപ്പോൾ 1.5b എന്ന് നമുക്ക് എഴുതാം. ഇനി 72/2, 72ന്റെ പകുതി എത്ര? 72ന്റെ പകുതി എത്രയാ? 36 അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? 36 എന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷൻ എടുത്ത് മുകളിലോട്ട് അങ്ങ് എഴുതിക്കോ. 3a പ്ലസ് 4b = 66. അപ്പം ഞാൻ 1നെ എടുത്ത് എഴുതി, 2നെയും എടുത്ത് അങ്ങോട്ട് എഴുതി. ഇതങ്ങ് റീറൈറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാമല്ലോ. ഇവിടെ 3 ഇവിടെ 3, 3ന്ന് 3 കുറച്ചാൽ എന്തായി? 0 ആയിപ്പോയി. ഫൈൻ. അടുത്തത് 4ന്ന് 1.5 കുറയ്ക്കണം. 4ന്ന് 1 കുറച്ചാൽ 3, 3ന്ന് ഒരു അരയും കൂടെ കുറച്ചാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? 2.5b എന്ന് കിട്ടി. അല്ലെങ്കിൽ കുറച്ച് നോക്കിയാലും മതി കേട്ടോ. അപ്പം 4ന്ന് 1.5 കുറയ്ക്കാൻ 1 കുറയ്ക്കുക, അപ്പം 3 കിട്ടി. 3ന്ന് ഒരു അരയും കൂടെ പോയി, പിന്നെ എത്രയേ ഉള്ളൂ? 2.5. 66ന്ന് 36 പോയാൽ എത്രയാ? 30 എന്ന് കിട്ടി. ബിയുടെ വാല്യൂ കാണാൻ വേണ്ടി 30 എന്ന് കിട്ടി. നമുക്ക് 30 ഡിവൈഡഡ് ബൈ 2.5നെ അങ്ങോട്ട് വിട്ടാൽ പോരെ. അപ്പം ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ഇനി വെട്ടണമെങ്കിൽ വെട്ടാം, അല്ലെങ്കിൽ പോയിന്റ് കളഞ്ഞ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ പോയിന്റ് കളഞ്ഞ് ചെയ്യുകയാണ്. 30 ഇൻറ്റു ഹരണം മാറ്റി നമ്മൾ ഗുണനമാക്കാൻ പോവാണ്. 2.5നെ എനിക്ക് എങ്ങനെ എഴുതാം? 25/10 എന്ന് എഴുതിക്കൂടെ? ഡെസിമലിന് ശേഷം ഒരു സംഖ്യ വന്നാൽ താഴെ നമുക്ക് ഒരു 0 ചേർത്ത് കൊടുക്കാം. അപ്പം 25/10 എന്നാണ് വരിക. അത് നമ്മൾ ഇൻറ്റു മാറ്റുമ്പോൾ എന്ത് വരും? 10/25 എന്ന് കിട്ടി. വെട്ടാലോ? 5 വെച്ച് വെട്ടാം. 5 × 2 5, 5 × 5 25. വീണ്ടും വെട്ടിക്കോ. 5 × 1 5, 5 × 6 30, 6 × 2 12. കണ്ടോ? അപ്പം നമ്മുടെ ബിയുടെ വില എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ബി എന്ന് പറഞ്ഞ ആൾ ആരാണ്? നമ്മുടെ പേനയാണ് അല്ലേ. അപ്പം പേനയുടെ വില എത്രയാണ്? 12. ഓക്കെ, ഇതാണ് നോർമൽ. കുറച്ച് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ കളയുക, എന്നിട്ട് മറ്റേ ആളുടെ വില കണ്ടെത്തുക. ഇതല്ലാതെ ഒരുപാട് രീതിയിൽ ചെയ്യാം. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു മെത്തേഡ് ഇതായോട് അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. തെറ്റാനുള്ള സാധ്യത കുറയും ഇങ്ങനെ ചെയ്താൽ കേട്ടോ. അപ്പം ആൻസർ എത്രയാണ്? 12.
അടുത്ത ചോദ്യം, തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം കാണാനാണ് പറഞ്ഞേക്കുന്നത്. ശരാശരി വേഗം അല്ലെങ്കിൽ വേഗത അല്ലെങ്കിൽ സ്പീഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി. എത്ര ദൂരം യാത്ര ചെയ്തു? 360 കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത്. 4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4.5 മണിക്കൂർ അല്ലേ? നമ്മൾ 4.30 എന്ന് എഴുതുന്നതിന് അർത്ഥം എന്താ? 4.5, 5.5, 6.5 അങ്ങനെ പറയുന്നതിന് പകരമാണ് ഈ 4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? 4.5 എന്ന് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ 4 മണിക്കൂർ 30 മിനിറ്റ് അല്ലേ? അപ്പോൾ 30നെ 60 ഹരിച്ച് അതിനെ മണിക്കൂറിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ വെട്ടിക്കോ, 0 പോയി 1/2 എന്ന് കിട്ടി. അപ്പം 4 മണിക്കൂറും അരമണിക്കൂറും കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നു? 4.5 മണിക്കൂർ എന്ന് വന്നു. ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല കേട്ടോ. അപ്പം നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതി കൊടുക്കാം? 4.5 എന്ന് എഴുതി കൊടുക്കാം. ആ ചെറിയ അറിവൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ 0.5 ആണ് അര. 0.5 ചേർത്തങ്ങ് എഴുതാം. ഇനി മുക്കാലാണെങ്കിലോ 0.75 ആണ് മുക്കാൽ. 3/4 ആണ് മുക്കാൽ. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്കിത് വെട്ടിയാൽ മതി. ഇപ്പോൾ 4.5നെ എനിക്ക് എങ്ങനെ എഴുതാം? 45/10. ദശാംശത്തിന് ശേഷം എത്ര സംഖ്യ വരുന്നുണ്ടോ അത്രയും 0 താഴെ ഇടുക. ഇവിടെ ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞ ഒരു നമ്പർ, അപ്പം ഞാൻ താഴെ ഒരു 0 ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഹരണം മാറ്റി ഗുണനമാക്കാം. 360 ഇൻറ്റു 45/10 എന്തായിട്ട് മാറും? 10/45 ആയിട്ട് മാറും. തിരിച്ചെഴുതാമല്ലോ. ഇനി വെട്ടിക്കോ. 9 × 5 45, 9 × 4 36, ഒരു 0യും കൂടെ ഉണ്ട്. വീണ്ടും വെട്ടാലോ. 8 × 5 40, 8 × 10 80 km/h ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത്രേ ഉള്ളൂ. അത് വെച്ചങ്ങ് ചെയ്യുക, ആൻസർ കിട്ടും. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 2/5, 7/10, 3/4, 2/1. ചെയ്ത് നോക്കാതെ നമുക്ക് അതിന് ഉത്തരം പറയാം. എങ്ങനെയാണെന്നല്ലേ? 2/5 മുകളിൽ കിടക്കുന്ന നമ്പർ താഴത്തെ നമ്പറിനേക്കാളും ചെറുതല്ലേ? താഴെ 5, മുകളിൽ 2. മുകളിലത്തെ സംഖ്യ ചെറുതാ. ഇവിടെയോ 10ഉം 7ഉം മുകളിലത്തെ സംഖ്യ ചെറുത്. ഇവിടെയോ 4ഉം 3ഉം മുകളിലത്തെ സംഖ്യ ചെറുത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, 2, 1 മുകളിലത്തെ സംഖ്യ വലുതാണ്. മുകളിലത്തെ സംഖ്യ വലുതാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഉത്തരം 1നേക്കാളും വലുതായിരിക്കും. ഓക്കെ, എപ്പോഴും നമ്മൾ വിഷമ ഭിന്നം, പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. സാധാരണ ഭിന്നമുണ്ട്, വിഷമ ഭിന്നമുണ്ട്. അപ്പോൾ സാധാരണ ഭിന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നോർമൽ ഫ്രാക്ഷൻസ് എങ്ങനെ ആയിരിക്കണം? മുകളിലത്തെ സംഖ്യ എപ്പോഴും താഴത്തെ സംഖ്യയെക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, അംശവും ഛേദം, അംശം എപ്പോഴും എന്തേ ആവുള്ളൂ? ചെറുതേ ആവത്തുള്ളൂ ഛേദത്തിനേക്കാളും. പക്ഷേ ഇവിടെ മാത്രം നമുക്ക് തിരിഞ്ഞു വന്നു, അംശം ഛേദത്തിനേക്കാളും വലുതാണ്. അപ്പം നമ്മുടെ ഉത്തരം എന്താണെങ്കിലും 1നേക്കാളും വലുതായിരിക്കും ഇതിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെയോ ഈ ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഉത്തരം 1നേക്കാളും ചെറുതായിരിക്കും. മനസ്സിലായോ? ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ, അംശം ചെറുതാണെങ്കിൽ നമ്മുടെ ഉത്തരം എപ്പോഴും 1നേക്കാളും ചെറുതേ ആവത്തുള്ളൂ. 1നേക്കാളും വലുതാവാനുള്ള സാധ്യത അവിടെ ഇല്ല കേട്ടോ. ഇപ്പം 3/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.75 എന്ന് വരും. 7/10 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.7. കണ്ടോ, എല്ലാം 1നേക്കാളും താഴെയായിരിക്കും. 0 ചേർത്തായിരിക്കും ഉത്തരം വരുന്നത്. പക്ഷെ ഇവിടെ 2/1 എന്ന് പറഞ്ഞാൽ അത് എന്തിന് തുല്യമാണ്? 2ന് തുല്യമാണ്. ഇവിടെ ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാണ്? 2/1 ആണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഉത്തരം എഴുതാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചോദ്യം എളുപ്പമായിരുന്നു. നമുക്കിങ്ങനെ നോക്കി തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും, ചെയ്ത് നോക്കാതെ. പക്ഷെ ചെയ്ത് നോക്കി എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതും കൂടെ പറഞ്ഞു തരാം. ആദ്യം എന്ത് ചെയ്യുക? ഫസ്റ്റ് 2 ഫ്രാക്ഷനുകൾ എടുക്കുക. 2/5ഉം 7/10ഉം ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഓക്കെ, ക്രോസ് ആയിട്ട് നമ്മൾ ഗുണിക്കാൻ പോവുക. 2 × 10 20, 7 × 5 35. തമ്മിൽ ഏതാണോ വലിയ ഉത്തരം കിട്ടുന്നത് ആ ഫ്രാക്ഷൻ എടുക്കുക, മറ്റേതിനെ വെട്ടിക്കളയുക. ഇവിടെ 20 ചെറുതല്ലേ, അപ്പം അതിനങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനി 7/10ഉം അടുത്ത ഫ്രാക്ഷൻ 3/4ഉം എടുക്കുക. വീണ്ടും ക്രോസ് ആയിട്ട് ഗുണിച്ചോ. 7 × 4 24, 3 × 10 30. ഏതാ വലുത്? 3/4 ആണല്ലേ. അപ്പം ഇതും വെട്ടിക്കളഞ്ഞോ. 3/4 എടുക്കുക.
ഇനി 3/4 ലാസ്റ്റ് നമ്പർ ഏതാ 2/1 കൂടെ നോക്കുക, ക്രോസ് ആയിട്ട് ഗുണിച്ചോ. 3 ഗുണം 1 3, 4 ഗുണം 2 8. ഏതാ വലുത്? ഇതല്ലേ വലുത്. അപ്പം അതും വെട്ടിക്കളയാ. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാണ്? 2/1 ആണ്. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഈ ചോദ്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. നേരെ ആദ്യം തന്നെ എന്താ നോക്കണ്ടേ? ന്യൂമറേറ്റർ നോക്കണം. ന്യൂമറേറ്റർ വലുതാണെങ്കിൽ ആ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. മനസ്സിലായോ? ഇപ്പം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതാണെങ്കിൽ, അംശം ഛേദത്തിനേക്കാളും വലുതായി വന്നാൽ ആ ഫ്രാക്ഷൻ എപ്പോഴും ഒന്നിനേക്കാളും വലിയ വാല്യൂവേ തരത്തുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂ അത് തന്നെ ആയിരിക്കും. ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഫൈൻ. അടുത്ത ചോദ്യം. ഇതിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിന്റെ കൂടെ 3 ലിറ്റർ ടർപ്പന്റൈൻ ആണ് ചേർത്തത്. 32 ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ചേർക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, 24 ലിറ്റർ പെയിന്റിന്റെ കൂടെ നമുക്ക് 3 ലിറ്റർ ആണ് ടർപ്പന്റൈൻ ചേർക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 24നെ 3 ഹരിച്ചേ. 24നെ 3 ഹരിച്ചാൽ 8 എന്ന് കിട്ടി. അപ്പൊ 8 ലിറ്റർ ചായത്തിന് 1 ലിറ്റർ ടർപ്പന്റൈൻ വേണം. അതാണ് നമ്മുടെ കണക്ക്. മനസ്സിലായോ? ടോട്ടലിനെ 3 ഹരിച്ചാൽ നമുക്ക് 8 ലിറ്ററിന് ഒരു ഭാഗം എത്ര ലിറ്ററിനാണ് ആവശ്യമായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ 8 ലിറ്റർ പെയിന്റിന് നമുക്ക് 1 ലിറ്റർ ടർപ്പന്റൈൻ ആവശ്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 32 ലിറ്റർ പെയിന്റിന് എത്ര ലിറ്റർ ടർപ്പന്റൈൻ ആവശ്യമാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. 8നെ 32 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 8നോടൊപ്പം 4 ഗുണിച്ചാൽ പോരെ. 8 ഗുണം 4 32. അപ്പൊ ഇതിൻ്റെയും കൂടെ എന്ത് ചെയ്യണം? 4 ഗുണിച്ചാൽ നമ്മുടെ ഉത്തരമായി. ഇവിടെ എന്താണോ ഗുണിക്കുന്നത് അവിടെ അത് തന്നെ ഗുണിക്കുക. അപ്പൊ 1 ഗുണം 4 4 ലിറ്റർ ടർപ്പന്റൈൻ ആണ് നമുക്ക് 32 ലിറ്റർ പെയിന്റിന് ആവശ്യമായിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. 24 ലിറ്ററിന് 3 ലിറ്റർ വേണം. അപ്പം നമ്മൾ 1 ലിറ്റർ ടർപ്പന്റൈൻ എത്ര ലിറ്റർ പെയിന്റിനാണ് മിക്സ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. രണ്ടും കൂടെ ഹരിച്ചാൽ മതി. അപ്പം 8 ലിറ്റർ പെയിന്റിനാണ് നമുക്ക് 1 ലിറ്റർ മിക്സ് ചെയ്യേണ്ടത്. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് 32 ലിറ്റർ പെയിന്റിന് എത്ര ആവശ്യമാണ്? അപ്പം 8നെ 32 ആക്കാൻ 4 ഗുണിക്കുക. അപ്പോൾ 1നെ നമ്മൾ 4 ഗുണിക്കുക. അപ്പം ആൻസർ എത്ര കിട്ടി? 4 ലിറ്റർ എന്ന് കിട്ടി. അടുത്ത ചോദ്യം. 4 വർഷത്തിന് മുൻപ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. അപ്പൊ നമുക്കിവിടെ 2 പേരുണ്ട്, റഹീമുണ്ട്, രാമുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം എന്താ പറഞ്ഞേക്കുന്നേ? 4 വർഷം മുൻപ് 4 വർഷം മുൻപ് രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. അപ്പൊ രാമുവിന് 1 വയസ്സായിരുന്നെങ്കിൽ റഹീമിന് 3 വയസ്സ്. 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1 കൊടുത്താൽ മറ്റേ ആൾക്ക് നമുക്ക് 3 എന്ന് കൊടുക്കാം. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. അപ്പൊ 2 വർഷം കഴിഞ്ഞ് ഇത് 2 മടങ്ങാവും. അതായത് രാമുവിന് 1 വയസ്സാണെങ്കിൽ റഹീമിന് 2 വയസ്സാകും. നമുക്ക് 2 റേഷ്യോ കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ്. രാമുവിന്റെ വയസ്സാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ചെയ്യാലോ? ഇവിടെ 1 1, ഇവിടെ 3 2. നമുക്ക് എന്നാണേലും ഡിഫറൻസ് സെയിം ആയി കിട്ടില്ല അല്ലേ? 1ൽ നിന്ന് 1 കുറച്ചാൽ 0 പോവും. 3ൽ നിന്ന് 2 കുറച്ചാൽ 1 എന്നാണ് കിട്ടുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എപ്പോഴും 2 റേഷ്യോ കിട്ടിയാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നേരെ താഴോട്ട് കിടക്കുന്ന സംഖ്യകൾ കുറച്ച് നോക്കുക. ഒരേ ഡിഫറൻസ് 2 സൈഡിലും കിട്ടിയാൽ നമുക്ക് നേരെ അവിടെ നിന്ന് സോൾവ് ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ ആദ്യം ആ ഡിഫറൻസ് എന്താക്കണം? തുല്യമാക്കണം. ഇവിടെ ഇപ്പോൾ 1ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് 0, ഇവിടെ 3ൽ നിന്ന് 2 കുറച്ചാൽ 1. രണ്ടും വ്യത്യസ്തമായിട്ടല്ലേ കിട്ടിയത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള പരസ്പര വ്യത്യാസം കാണുക. 2ൽ നിന്ന് 1 കുറച്ചാൽ 1, ശരിയല്ലേ? ആ 1നെ ഇവിടെ ഗുണിക്കുക. അടുത്ത റേഷ്യോയിൽ ഇതുപോലെ തന്നെ ചെയ്തോ. 3 1, 3ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 2. ആ 2നെ രണ്ടാമത്തെ ഇക്വേഷനുമായിട്ട് ഗുണിക്കുക. രണ്ടുപേരുടെയും വ്യത്യാസം കാണുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. അത്രേ ഉള്ളൂ. അപ്പം 3 ഗുണം 1 3, 1 ഗുണം 1 1. അടുത്തത് 2 ഗുണം 2 4, 2 ഗുണം 1 2. നമുക്ക് 2 റേഷ്യോ കിട്ടി. പുതിയ റേഷ്യോ കിട്ടിയാൽ അപ്പം തന്നെ പഴയ റേഷ്യോ എന്ത് ചെയ്യണം? വെട്ടിക്കളഞ്ഞോണേ. അത് നമുക്ക് പിന്നെ ആവശ്യമില്ല. ഇനി ഡിഫറൻസ് നോക്കിക്കേ. 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 3ൽ നിന്ന് 4 കുറച്ചാൽ 1. നമുക്ക് 2 പേരുടെയും ഡിഫറൻസ് തുല്യമായിട്ട് കിട്ടി. ഈ വാല്യൂ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താ? ടോട്ടൽ വർഷം കാണുക.
ചിലപ്പോൾ മുമ്പായിരിക്കാം പിൻപായിരിക്കാം, അതൊന്നും നോക്കണ്ട. തന്നിരിക്കുന്ന സംഖ്യകളെ തമ്മിൽ അങ്ങ് കൂട്ടിയാൽ മതി. 4ഉം 2ഉം എത്രയാ? 6. ടോട്ടൽ വർഷം 6. എക്സിന്റെ വില കാണാൻ തന്നിരിക്കുന്ന വർഷത്തിനെ ഇവിടെ കിട്ടുന്ന വ്യത്യാസവുമായിട്ട് ഹരിക്കുക. എക്സിന്റെ വില കാണാൻ തന്നിരിക്കുന്ന വർഷം, ചിലപ്പോൾ ഒരു വർഷമേ കാണുള്ളൂ, അതെടുത്താൽ മതി. ചിലപ്പോൾ 2 വർഷം കാണും, അപ്പൊ അവരെ കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പൊ തന്നിരിക്കുന്ന വർഷത്തിനെ എന്ത് ചെയ്യണം? ഇവിടെ കിട്ടുന്ന വ്യത്യാസവുമായിട്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എക്സിന്റെ വില കിട്ടി 6. ഓക്കെ, ഒരു റേഷ്യോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എക്സിന്റെ വില അറിയാമെങ്കിൽ ആ സംഖ്യകളെ എക്സുമായിട്ട് ഗുണിച്ചാൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ രാമുവിന്റെ അതേ ഒന്നാമത്തെ നമ്പർ ഏതാ? രാമുവിന്റെ ഫസ്റ്റ് റേഷ്യോ ആണ് 1. അപ്പൊ ആ 1ന്റെ കൂടെ എക്സ് ഗുണിക്കുക. എക്സ് എത്രയാ? 6. അപ്പൊ രാമുവിന് എത്ര വയസ്സ്? 6 വയസ്സ്. പക്ഷെ ഒരു പ്രശ്നമുണ്ടേ, ഒന്നാമത്തെ റേഷ്യോ 4 വർഷം മുൻപുള്ള വയസ്സാണ് നമുക്ക് തരിക. ഓക്കെ, ഒന്നാമത്തെ റേഷ്യോയിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 4 വർഷം മുൻപുള്ള വയസ്സ് കിട്ടും. രണ്ടാമത്തെ റേഷ്യോയിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 2 വർഷം കഴിഞ്ഞുള്ള വയസ്സായിരിക്കും നമുക്ക് കിട്ടുക. ഈ 6 വയസ്സെന്ന് പറയുന്നത് എന്താണ്? 4 വർഷം മുൻപുള്ള പ്രായം. അപ്പൊ 4 വർഷം മുൻപ് രാമുവിന് 6 വയസ്സായിരുന്നു. അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. ശരിയല്ലേ? 4 വർഷം മുന്നേ ആയിരുന്നു 6 വയസ്സ്. അപ്പൊ ഇപ്പൊ വീണ്ടും 4 വയസ്സും കൂടെ കൂടിയില്ലേ? അപ്പൊ ഇപ്പൊ എത്ര വയസ്സ്? 6 + 4 10 വയസ്സാണ് രാമുവിൻ്റെത്. രണ്ടാമത്തെ റേഷ്യോയിൽ ഇട്ട് കൊടുത്ത് നോക്കിക്കോ. രണ്ടാമത്തെ റേഷ്യോ ഇവിടെ എത്രയാ? 2. എക്സിന്റെ വില എത്രയാ കിട്ടിയേ? 6. 6 × 2 ചെയ്യുക, 12 എന്ന് കിട്ടി. 12 വയസ്സ് രാമുവിന് 2 വർഷം കഴിഞ്ഞുള്ള പ്രായമാണ്. അപ്പൊ 2 വർഷം കഴിഞ്ഞ് 12 വയസ്സ്. അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. കണ്ടോ? ഏത് റേഷ്യോയിൽ ഇട്ടാലും നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ അതിന്റെ സൈഡിൽ കിടക്കുന്ന വർഷങ്ങൾ നോക്കാൻ മറന്നു പോകരുത് കേട്ടോ. ആൻസർ എത്രയാണ്? 10. അടുത്ത ചോദ്യം നോക്കിക്കേ. കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മാർക്ക് എന്നത് PDUN എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്കോർ എന്നതിന്റെ കോഡ് കാണുക. എമ്മിന്റെ കൂടെ എത്ര കൂട്ടിയാൽ P കിട്ടും? എമ്മിന്റെ കൂടെ NOP. മൂന്നാമത്തെ ആളാണ് ആര്? P. എയുടെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് D കിട്ടും. ആറിനോടൊപ്പം 3 കൂട്ടിയാൽ നമുക്ക് U കിട്ടും. കെയോടൊപ്പം 3 കൂട്ടിയാൽ N കിട്ടില്ലേ? LMN കിട്ടും. അപ്പൊ 3 കൂട്ടി പോയാൽ മതി, ആൻസർ കിട്ടും. ഏതാലോ? എസിന്റെ കൂടെ 3 കൂട്ടിക്കോ. എസ് കഴിഞ്ഞാൽ TUV, നമുക്ക് V എന്നാണ് കിട്ടുന്നത്. നോക്കാം. സിയുടെ കൂടെ 3 കൂട്ടിയാൽ എത്ര വരിക? സി കഴിഞ്ഞാൽ DEF, F എന്നാണ് വരിക. ഓയുടെ കൂടെ 3 കൂട്ടിയാൽ എത്ര വരും? PQR, R എന്നാണ് വരിക. ആറിന്റെ കൂടെ 3 കൂട്ടിയാൽ STU. അപ്പൊ VFRU എന്നാണ് നമ്മുടെ ഉത്തരം. ആൻസർ ഏതാ വരിക? ആൻസർ നമുക്ക് ഓപ്ഷൻ B ആണ് വരുന്നത്. അടുത്ത ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. വളരെ സിമ്പിളായ ചോദ്യമായിരുന്നു. 2, 3, 4, 5 ഏതാണ് ഒറ്റയാൻ? 4 ആണ് ഒറ്റയാൻ. ബാക്കി എല്ലാം പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകളാണ്. 4 മാത്രമേ ഉള്ളൂ അതിനകത്ത് ഭാജ്യ സംഖ്യ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? 2 നമ്പേഴ്സ് ഉണ്ടേ. 2 നമ്പർ എന്ന് ഞാൻ അങ്ങോട്ട് എഴുതി, റേഷ്യോ ആക്കി എഴുതാം. തുക തന്നിട്ടുള്ളതുകൊണ്ട് അതാണ് എളുപ്പം. 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തതിന്റെ 5 ഇരട്ടിയാണ്. രണ്ടാമത്തത് 1 ആണെങ്കിൽ ആദ്യത്തത് 5 ആയിരിക്കും. ശരിയല്ലേ? ആദ്യത്തേത് രണ്ടാമത്തതിന്റെ 5 ഇരട്ടി. അപ്പൊ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1:5 എന്നങ്ങ് എഴുതിക്കോണം കേട്ടോ. 2 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1:2. ഇവിടെ റേഷ്യോ എഴുതുമ്പോൾ നമ്പർ മാത്രം അങ്ങ് എഴുതി കൊടുത്താൽ മതി. 5 ഇരട്ടിയാണ്. അവരുടെ തുക 96 ആണ്. തുക നമുക്ക് അറിയാം, റേഷ്യോയും നമുക്ക് അറിയാമെങ്കിൽ തമ്മിൽ ചെറിയ സംഖ്യ, ഇവർ തമ്മിൽ ചെറുത് ഏതാ? ഇതല്ലേ? അപ്പൊ ആ നമ്പർ അങ്ങോട്ട് എഴുതുക. ഡിവൈഡഡ് ബൈ റേഷ്യോയിലെ നമ്പേഴ്സിനെ തമ്മിൽ അങ്ങോട്ട് കൂട്ടുക. 5 1 6. തുക തന്നിട്ടുണ്ടാവും, ആ തുകയുമായിട്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടി. ചെറിയ സംഖ്യ കാണാൻ റേഷ്യോയിൽ ചെറുത് ഏതോ അതെടുത്ത് എഴുതുക. 2 സംഖ്യകളെയും കൂടെ കൂട്ടി താഴോട്ട് എഴുതുക. ഇൻറ്റു സം എഴുതുക. തുക എത്രയാണോ അതങ്ങോട്ട് ഗുണിക്കുക. വെട്ടാലോ? 6 വെച്ച് വെട്ടിക്കോ. 6 × 1 6. പോയിട്ട് ശിഷ്ടം 3. 3 6 36 എന്ന് വായിക്കുക. 6 × 6 36. അപ്പൊ തമ്മിൽ ചെറിയ സംഖ്യ ഏതാണ്? 16 ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഒരാൾ തന്റെ വീട്ടിൽ നിന്നും 300 മീറ്റർ തെക്കോട്ട് നടന്നു. നടക്കാലോ?
ദേ ഇവിടെ നിന്നാണ് വീട്. 300 മീറ്റർ എങ്ങോട്ട് പോയി? തെക്കോട്ട് പോയി. നീട്ടി വരയ്ക്കാം. തെക്കെന്ന് പറഞ്ഞാൽ സൗത്തിലേക്കാണേ. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നു. താഴോട്ട് നടക്കുന്ന ഒരാൾ ഇടത് എങ്ങോട്ടായിരിക്കും? അങ്ങോട്ടായിരിക്കും. അപ്പം അങ്ങോട്ട് നമുക്കൊരു 100 മീറ്റർ നടക്കട്ടെ. അടുത്ത വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ. അങ്ങോട്ട് നടക്കുന്നയാളുടെ വലത് താഴോട്ട്. വലത്തോട്ട് തിരിഞ്ഞ് എത്ര ദൂരം പോയി? 200 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ. താഴോട്ട് പോകുന്ന ആളുടെ വലതുവശം അങ്ങോട്ട്. വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ. അപ്പം ഇതിന് സമമായിട്ട് വരയ്ക്കണം കേട്ടോ. കാരണം ഈ ദൂരവും തുല്യമാണ്, 100 തന്നെയാണ്. 400 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിലാണ്, എത്ര അകലെയാണ്? അപ്പം ഇവിടെയാണ് വന്ന് അവസാനിച്ചത്. തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നേ. അപ്പം നേരെ താഴെയല്ലേ കിടക്കുന്നേ? താഴെ എന്ന് പറഞ്ഞാൽ ഏത് ദിശ? തെക്ക് ദിശയിലാണ് അയാളിപ്പോൾ ഉള്ളത്. എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിക്കേ. ഇത്രയും ദൂരം 300. ഇത്രയും ദൂരമോ? ഇത് 200 ആണെങ്കിൽ ഇതും 200. 300 200 കൂടെ കൂട്ടിയാൽ 500. 500 മീറ്റർ തെക്ക് ദിശയിലാണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 500 മീറ്റർ തെക്ക്. അടുത്ത ചോദ്യം, ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? 5:10 നമ്മുടെ 12 മണിക്കൂർ ക്ലോക്കിനുള്ളിൽ വരുന്ന സമയമാണെങ്കിൽ 11:60 നിന്നും കുറയ്ക്കണമെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? 11:60 നിന്നും കുറച്ചാൽ ഉത്തരമായി. 6 1 പോയാൽ 5, 11 5 പോയാൽ 6, 6:50 നമ്മുടെ ഉത്തരം. നേരെ മറിച്ച് നമുക്ക് തന്നിരുന്ന സമയം 13:20 ആയിരുന്നെങ്കിലോ? 13:20 പ്രതിബിംബം സമയം കാണാനാണ് പറഞ്ഞതെങ്കിൽ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യണം? 23:60 നിന്നും കുറയ്ക്കണം. കണ്ടോ? അപ്പൊ 12 അവർ ക്ലോക്കിനുള്ളിലുള്ള സമയമാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. 24 അവർ ക്ലോക്ക് 13, 14 അങ്ങനത്തെ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ 23:60 നിന്ന് വേണം കുറയ്ക്കാൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. ഇത് പറഞ്ഞത് കൊണ്ട് അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ തിരിച്ചു വല്ലതും ഒക്കെ ചോദിച്ചാലോ. അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാം തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.